ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മക്കൾക്ക് ഇന്ന് മദ്രസ ഇല്ല, അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉസ്താദ് നാട്ടിൽ പോയിക്കാണ്, അപ്പോൾ അത് കാരണം മദ്രസ ഇല്ല കേട്ടോ. അപ്പം ഞാനത് കാരണം രാവിലെ തന്നെ നിന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേനും റെഡിയാക്കണമല്ലോ. അപ്പം ചപ്പാത്തിക്കുള്ള മാവ് വെള്ളം ഒഴിച്ച് കുഴച്ച് ഉണ്ട ഉരുട്ടിയിടണം കേട്ടോ. അപ്പം ഒക്കെ ഉണ്ടൊക്കെ റെഡിയായി. അപ്പോൾ പരത്താണ് ഞാനല്ല പരത്തണത്, ഇവിടെ ഉമ്മയാണ് പരത്തി തരാറ് കേട്ടോ. അപ്പം ഞാൻ പരത്തുമ്പോൾ അങ്ങനെ ശരിയാവാറില്ല. അപ്പം ഇന്ന് വീഡിയോ എടുക്കണ കാരണം ഞാനൊന്ന് പരത്തി നോക്കട്ടെ എന്ന് വിചാരിച്ച് പരത്തി നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഏകദേശം ഒക്കെ രൂപമായി വരുന്നുണ്ട് വന്ന്. അപ്പം അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് പരത്തണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ കുറച്ചായിട്ടുള്ളൂ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ മോൾക്ക് പരത്തണം എന്ന് പറഞ്ഞിട്ട് മോള് വാശി പിടിച്ച് മോള് പരത്തിയെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അടുപ്പത്താണ് കേട്ടോ ചട്ടി വെച്ചിട്ട് ചുടണത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചുട്ട് കഴിയാറായിട്ടാണ്. അപ്പം മുട്ട കറി വെക്കാമെന്ന് വെച്ചപ്പോൾ മുട്ട ഞാൻ തേങ്ങാപ്പാൽ ഇല്ലാണ്ടാണ് കേട്ടോ മുട്ട വെക്കണത്. അപ്പം നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് സവാളയും തക്കാളിയും കൂടിയും കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് അപ്പം നന്നായിട്ട് വെന്ത് ഇതാവും. അപ്പോൾ നല്ല കുറുക്കുണ്ടാവും മുട്ടക്കറിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിക്കണില്ല. അപ്പം ചപ്പാത്തിക്കാകുമ്പോൾ കുറച്ച് ചാറ് വേണമല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞാനതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ആദ്യം ഒന്ന് വഴറ്റി, പിന്നെ വേവിച്ച സവാളയും തക്കാളിയും പിന്നെ വേപ്പില ഇട്ടിട്ട് പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റട്ടോ. അങ്ങനെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം. അപ്പം എല്ലാവർക്കും മുട്ടക്കറിയൊക്കെ അറിയണതാണ്, എന്നാലും ഞാൻ വെക്കണത് എങ്ങനെയാണെന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ മുട്ട കറി റെഡി ആയിട്ടാ. അപ്പോൾ കുറച്ച് കറി മസാലയും കൂടി ഇട്ടാലും കറി റെഡി ആയിട്ടാ. അപ്പം ഉമ്മയുടെ ഫോൺ എടുത്തിട്ട് മോള് പോയിട്ട് ഫോൺ എടുത്തിട്ട് ഗെയിം കളിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫോണിനാണ് വരാറ്. അപ്പം ഇന്ന് ഫോൺ കിട്ടാത്ത കാരണം ഉമ്മയുടെ ഫോൺ എടുത്തിട്ട് ഗെയിം കളിക്കുന്നവർ. അപ്പം അങ്ങനെ പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി മുട്ടക്കറിയും കൂട്ടി ചായ ഒക്കെ കൊടുത്ത് പിള്ളേർക്ക്. അത് കഴിഞ്ഞിട്ട് മോള് ഞാൻ കോപ്പി എഴുതിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം, അപ്പോൾ അത് എഴുതിയൊക്കെ വെക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ വെള്ളം മാത്രം എടുക്കണുള്ളൂ കേട്ടോ. ഞാൻ ടിഫിൻ കൊണ്ട് ചെല്ലാണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. പിന്നെ ഉച്ചക്ക് ഭക്ഷണം സ്കൂളിൽ നിന്നുണ്ട്, അപ്പോൾ ഒന്നും വേണ്ട, വെള്ളം മാത്രം മതി. അപ്പോൾ കുപ്പിയിൽ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ മദ്രസയിൽ നിന്ന് കിട്ടിയ കുപ്പിയാണ് കേട്ടോ മോൾക്ക്. അപ്പോൾ പിള്ളേർ വാപ്പിച്ച് വണ്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ പോവാണ്, ടാറ്റൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എന്തോരം ടാറ്റ തന്നാലും മതിയാവില്ല. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അവരെന്തോ ഉടക്ക് ആയി, രണ്ടാളും ഇളയാൾ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.